റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് ശരിയും തെറ്റും അടയാളപ്പെടുത്താം എന്നുള്ളതാണ്. ശരിയും തെറ്റും അടയാളപ്പെടുത്താൻ ചിലപ്പോൾ ചില ചോദ്യങ്ങളിൽ ശരി മാത്രം അടയാളപ്പെടുത്താനുണ്ടാവുള്ളൂ. ഇവിടെ ശരിയും തെറ്റും അടയാളപ്പെടുത്താൻ വന്നിട്ടുണ്ട്. താഴെ 5 ചോദ്യങ്ങളുണ്ട്. 5 സെൻറ്റൻസുകളുണ്ട്. അതിൽ ചില ശരിയുള്ളത് ശരിയിടുക, തെറ്റുള്ളത് തെറ്റിടുക. അതിൽ ഒന്നാമത്തെ നോക്കാം. വുളൂഇൽ മുഖം കയറ്റി കഴുകുന്നു എന്നാണ്. വുളൂഇൽ മുഖം കയറ്റി കഴുകുന്നു. അത് എന്താണ്? ശരിയാണല്ലോ. മുഖം, കൈ, കാലുകളൊക്കെ കയറ്റി കഴുകണമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വുളൂഇൽ മുഖം കയറ്റി കഴുകുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയിടുക. രണ്ടാമത്തെ എന്താ? വുളൂഇൽ കാൽ കഴുകിയതിന് ശേഷം കൈ കഴുകുന്നു. വുളൂഇൽ കാല് കഴുകിയതിന് ശേഷം കൈ കഴുകുന്നു. ശരിയാണോ? അല്ല, ഇവിടെ തെറ്റുണ്ട് അല്ലേ? കാല് കഴുകിയതിന് ശേഷമല്ല കൈ കഴുകേണ്ടത്. കൈയാണ് ആദ്യം കഴുകേണ്ടത്, പിന്നെയാണ് കാല് കഴുകേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ തെറ്റിടാം. പിന്നെ മൂന്നാമത്തത്, നിയ്യത്ത് ഇല്ലാതെ വെള്ളത്തിൽ മുങ്ങിയാൽ വുളൂ ലഭിക്കുന്നതാണ്. നിയ്യത്ത് ഇല്ലാതെ വെള്ളത്തിൽ മുങ്ങിയാൽ വുളൂ ലഭിക്കുന്നതാണ് എന്നുള്ളത് ശരിയാണോ? അല്ല, ഈ ഇല്ലാതെ എന്നുള്ളത് തെറ്റാണ്. നിയ്യത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങിയാലാണ് വുളൂ ലഭിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനയും തെറ്റാണ്. ഇനി നാലാമത്തെ എന്താ? ഖുർആൻ ഓതാൻ വുളൂ നിർബന്ധമാണ്. ഖുർആൻ ഓതാൻ വുളൂ നിർബന്ധമാണ്. ഖുർആൻ ഓതാൻ വുളൂ നിർബന്ധമുണ്ടോ? ഇല്ല. ഖുർആൻ തൊടാനും പിടിക്ക് ചുമക്കാനൊക്കെ നിർബന്ധമാണ്. എന്നാൽ ഖുർആൻ ഓതാൻ വുളൂ നിർബന്ധമില്ല. അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനയും തെറ്റാണ്. അപ്പോൾ തെറ്റിടുക. ഇനി അഞ്ചാമത്തെ എന്താ? വുളൂഇൽ ചെവി തടവിയതിന് ശേഷം കാൽ കഴുകുന്നു. വുളൂഇൽ ചെവി തടവിയതിന് ശേഷം കാൽ കഴുകുന്നു. അങ്ങനെ തന്നെയാണല്ലോ വേണ്ടതില്ലേ? ഓർഡർ ഇങ്ങനെ നമ്മൾ ആലോചിച്ച് വെക്കുക, അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇത് ശരിയാണ്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നാണ്. യോജിച്ചവ ചേർക്കാം. താഴെ ഒരു 5 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇടത് സൈഡിൽ അതിൻ്റെ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ചോദ്യങ്ങളും വായിച്ച് നോക്കി അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് എഴുതുകയാണ് വേണ്ടത്. ചോദ്യങ്ങൾ എടുത്ത് ഇങ്ങോട്ട് എഴുതുന്നതിന് പകരം ഉത്തരങ്ങൾ എടുത്ത് ഈ ഭാഗത്തേക്ക് എഴുതുക. അതാണ് അതിൻ്റെ ശരിയായ രീതി. ഒന്നാമത്തെ ചോദ്യം എന്താ? വുളൂഇൽ നിയ്യത്ത് പറയൽ. വുളൂഇൽ നിയ്യത്ത് പറയൽ. നമ്മളിങ്ങനെ യോജിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ഓരോന്ന് വായിച്ച് നോക്കുന്നതിന് പകരം ഓരോ ആദ്യം എന്ത് ചെയ്യുക? ചോദ്യങ്ങൾ കംപ്ലീറ്റ് വായിക്കുക, പിന്നെ ഉത്തരങ്ങളും കംപ്ലീറ്റ് വായിച്ച് നോക്കുക. ഇവിടെ ഉത്തരങ്ങൾ ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. റജബ് മാസത്തിൽ 3 വിധം നിസ്കാരം സുന്നത്താണ്, ശൗചം ചെയ്യലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചോദ്യം എന്തായിരുന്നു? വുളൂഇൽ നിയ്യത്ത് പറയൽ എന്താണ്? സുന്നത്താണ് എന്നാണ്. അപ്പോൾ അതാണ് ശരിയായ ആൻസർ. അപ്പോൾ ഇവിടേക്ക് എന്ത് ചെയ്യാം? സുന്നത്താണ് എന്നുള്ളത് എഴുതാം. അപ്പോൾ അത് കറക്റ്റായി. ഇനി രണ്ടാമത്തത് ഇസ്തിൻജാ. ഇസ്തിൻജാ ഒരു അറബി പദമാണല്ലേ? അതിൻ്റെ അർത്ഥം ഇവിടെ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ അർത്ഥം, ശൗചം ചെയ്യൽ എന്നാണ്. അപ്പോൾ അതിങ്ങോട്ട് എടുത്ത് എഴുതാം. ഇസ്തിൻജാ ശൗചം ചെയ്യൽ. ഇനി മൂന്നാമത്തത് വെള്ളം. അതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഈ ഇതിലേതാണ്? ഓപ്ഷനുകളിൽ ഇതാണ് വെള്ളം. അത് 3 വിധം. അതാണ് മൂന്നാമത്തെ എൻ്റെ ഉത്തരം. വെള്ളം 3 വിധമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തൊഹൂറും ത്വാഹിറും നജിസൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. വെള്ളം 3 വിധം. ഇനി നാലാമത്തത് അതിമഹത്തായ ഇബാദത്താണ്. അതിമഹത്തായ ഇബാദത്താണ് നിസ്കാരം. അതിന് ഡൗട്ട് അടിക്കാനൊന്നുമില്ല. ഇതാണ് നാലാമത്തെ എൻ്റെ ആൻസർ. അപ്പോൾ നിസ്കാരം എന്നുള്ളത് അവിടേക്ക് എടുത്ത് ചെയ്താൽ അതിമഹത്തായ ഇബാദത്താണ് നിസ്കാരം. അഞ്ചാമത്തത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. എന്താ അവിടെ ഉണ്ട്? റജബ് മാസത്തിൽ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റജബ് മാസത്തിൽ എന്ന് ഇവിടേക്ക് എഴുതാം. നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് റജബ് മാസത്തിൽ. അപ്പോൾ അത് കറക്റ്റായി.
ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. 3 വീതം എഴുതാം എന്നാണ്. 3 വീതം എഴുതാം. ഇവിടെ കൊടുത്ത ചോദ്യങ്ങൾക്കൊക്കെ 3 ഉത്തരങ്ങൾ എഴുതാനാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ? നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ. നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ? 1 മുസ്ലിം ആവുക, 2 പ്രായപൂർത്തിയാവുക, 3 ബുദ്ധി ഉണ്ടാവുക, 4 ഹൈള നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധി ഉണ്ടാവുക. ഇവിടെ 3 ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 3 എഴുതിയാൽ മതി. 3 എഴുതിയിട്ടുണ്ട്. 1 മുസ്ലിം ആവുക, 2 പ്രായപൂർത്തിയാവുക, 3 ബുദ്ധി ഉണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് എഴുതാം. ഞാനിവിടെ ആദ്യത്തെ 3 എഴുതിയെന്ന് മാത്രം. രണ്ടാമത്തെ എന്താ? പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ. പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ അതേ പാഠത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? 1 15 വയസ്സ് പൂർത്തിയാവുക, 2 മനിയ് പുറപ്പെടുക, 3 ഹൈള് ഉണ്ടാവുക. അപ്പോൾ അത് 3 എഴുതാം. ഇവിടെ 3 എഴുതിയിട്ടുണ്ട്. 1 15 വയസ്സ് പൂർത്തിയാവുക, 2 മനിയ് പുറപ്പെടുക, 3 ഹൈളുണ്ടാവുക. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? തൊഹൂറായ വെള്ളത്തിൻ്റെ ഉദാഹരണങ്ങൾ. തൊഹൂറായ വെള്ളത്തിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ അടുത്ത അഥവാ 2ാമത്തെ പാഠത്തിൽ അൽ മിയാഹു എന്നുള്ള പാഠത്തിൽ തൊഹൂറായ വെള്ളം എന്നാൽ എന്ത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ കുറച്ച് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് അല്ലേ? മഴവെള്ളം, പുഴവെള്ളം, കിണറിലെ വെള്ളം, കടൽ വെള്ളം. അപ്പോൾ അതൊക്കെ പ്രധാനമാണ്. അതിൻ്റെ ഡെഫിനിഷൻസൊക്കെ പഠിക്കണം. അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ മഴവെള്ളം, പുഴവെള്ളം, കിണറിലെ വെള്ളം എന്ന് 3 ഇതുണ്ട്. മഴവെള്ളം, പുഴവെള്ളം, കിണറിലെ വെള്ളം. അതിൽ നിന്ന് ഓർഡറിൽ എഴുതണം എന്നൊന്നുമില്ല. അതിൽ നിന്ന് 3 ഏതായാലും എഴുതിയാൽ മതി. ചിലപ്പോൾ 3 ചോദിക്കും, ചിലപ്പോൾ 2 വീതം എഴുതാം എന്നായിരിക്കും, അല്ലെങ്കിൽ 1 വീതം എഴുതാം. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഒക്കെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി 4ാമത്തെ ആക്ടിവിറ്റി താഴെ കൊടുക്കുന്ന കള്ളികൾ പൂർത്തിയാക്കാം എന്നാണ്. താഴെ കൊടുക്കുന്ന കള്ളികൾ പൂർത്തിയാക്കാം. ഇവിടെ 2 കള്ളികളാണുള്ളത്. ആദ്യത്തെ കള്ളിയിൽ വെള്ളം എന്ന് കൊടുത്തിട്ടുണ്ട്. 2ാമത്തെ കള്ളിയിൽ ഉപയോഗം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉപയോഗങ്ങളൊക്കെ ഉത്തരമായിട്ട് ഉപയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഉപയോഗമുള്ള വെള്ളം ഏതാണ് എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. നമ്മൾ അൽ മിയാഹു എന്നുള്ള 2ാമത്തെ പാഠത്തിൻ്റെ അവസാനം വെള്ളം ഉപയോഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ബോക്സ് പഠിക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ വെള്ളത്തിൻ്റെ അഥവാ 1ാമത്തേത് നോക്കുക. വുളൂ ചെയ്യാനും കുളിക്കാനും ഉപയോഗിക്കേണ്ട വെള്ളം. വുളൂ ചെയ്യാൻ, കുളിക്കാൻ, അതേപോലെ നമ്മൾ പുസ്തകത്തിൽ വൃത്തിയാക്കുക, കുടിക്കുക അതൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം ഏതാണ്? അത് തൊഹൂറായ വെള്ളമാണ് അല്ലേ? അപ്പോൾ തൊഹൂർ എന്നിവിടെ ഇതാ. ഇനി 2ാമത്തേത് എന്താ? ശുചീകരണമല്ലാത്ത മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത്. ശുചീകരണമല്ലാത്ത മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത് അതേതാണ്? ത്വാഹിറാണ് അല്ലേ? ത്വാഹിറായ വെള്ളമാണത്. പുസ്തകത്തിൽ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ശുചീകരണമല്ലാത്ത മറ്റാവശ്യങ്ങൾക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 കഴിഞ്ഞു. ഇനി 3ാമത്തേത് ഉപയോഗിക്കാൻ പാടില്ലാത്ത വെള്ളം. ഉപയോഗിക്കാൻ പാടില്ല, ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ലാത്ത വെള്ളം അതേതാണ്? നജസാണ്. അപ്പോൾ നജസ് എന്നെഴുതാം. ഇനി 5ാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്നുള്ളതാണ്. അതിങ്ങനെ വ്യക്തമാക്കാം എന്ന് പറഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരങ്ങളായിട്ട് എഴുതാനൊക്കെ വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രധാനപ്പെട്ടതാണ്. അതിലൊന്നാമത്തെ ചോദ്യം തൊഹൂർ. അപ്പോൾ തൊഹൂറായ വെള്ളം എന്നാൽ എന്ത് എന്നുള്ളതാണ് നമ്മൾ എഴുതിയേക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അതേ പാഠത്തിൽ തന്നെ. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും അതാണ് തൊഹൂർ. അപ്പോൾ അതങ്ങനെ എഴുതാം. തൊഹൂർ എന്നാൽ എന്താണ്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും. ഇവിടെ 2ാമത്തെ ചോദ്യം നജസാണ്. നജസ് എന്ന വെള്ളം എന്താണെന്ന് എഴുതി കൊടുത്താൽ മതി. എന്താണ് അതിൻ്റെ ആൻസർ? സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും. 2നും പറ്റാത്തതാണ് അല്ലേ? സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും. ഇനി 3ാമത്തത് ലഘുവായ നജസ്സാണ്. ലഘുവായ നജസ്സുകൾ നമ്മൾ 2-3 ഐറ്റംസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? മുഖഫഫ്, മുത്തവസ്സിത്ത്, അതേപോലെ തന്നെ മുഗല്ലദൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഈ ലഘുവായ എന്ന് പറഞ്ഞാൽ മുഖഫഫാണ്. അപ്പോൾ എന്താണത്? മുഖഫഫായ നജസ് നമ്മൾ 3ാമത്തെ പാഠത്തിൽ പഠിച്ചു. 2 വയസ്സ് തികയാത്ത, പാലല്ലാത്ത, ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. അതാണ് ലഘുവായ നജസ്. എന്താണ് ലഘുവായ നജസ്? 2 വയസ്സ് തികയാത്ത, പാലല്ലാത്ത, മറ്റൊന്നും കഴിക്കാത്ത
ആൺകുട്ടിയുടെ മൂത്രം. അത് ചിലപ്പോൾ ഇങ്ങനെ ലഘുവായ നജസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ മുഖഫഫ് എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ അത് എഴുതാം. രണ്ടായാലും ആൻസർ ഒന്ന് തന്നെയാണ്. ഇനി ആറാമത്തെ ഒരു ആക്ടിവിറ്റി ഇവിടെ വന്നിട്ടുള്ളത് ഉത്തരം എഴുതാം എന്നാണ്. 2 ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാമത്തെ ചോദ്യം എന്താ? ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ ഏവ. ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ അതേതൊക്കെയാണ്? നമ്മൾ 4ാമത്തെ പാഠത്തിൽ പഠിച്ച ഇസ്തിൻജാ എന്നുള്ള പാഠത്തിൽ ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ, അതേപോലെ ഭക്ഷ്യവസ്തു, എല്ല്, ഇതൊക്കെയാണ് ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ. അപ്പോൾ അതെഴുതാം. എന്തൊക്കെയാണ്? ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ, ഭക്ഷ്യവസ്തു, എല്ല്. 2ാമത്തെ ചോദ്യം എന്താ? ഗൗരവമായ നജസ്സുകൾ ഏതാണ്? ഗൗരവമായ നജസ് പറഞ്ഞാൽ മുഗല്ലദാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതേതൊക്കെയാണ്? നായ, പന്നി എന്നിവയും ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവയും. അതാണ് ഗൗരവമായ നജസ്സുകൾ. അപ്പോൾ അതങ്ങനെ ചോദ്യം വന്നാൽ നമുക്ക് അങ്ങനെ ആൻസർ ചെയ്താം. എന്തൊക്കെയാണ്? നായ, പന്നി എന്നിവയും ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവയും. അപ്പോൾ ഗൗരവമായ നജസ്സുകൾ അതൊക്കെയാണ്. അതെങ്ങനെ ശുദ്ധിയാക്കേണ്ടത്, ഓരോ നജസ്സുകളും എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് എന്നൊക്കെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. ഏത് രൂപത്തിലും പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.